ഇനിയും കാനഡയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയി പഠിക്കാൻ വരുന്നവർക്ക് ബമ്പർ ഓഫറുമായിട്ടാണ് കാനഡ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോകത്തിന്റെ 60-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് കാനഡയിലേക്ക് ഇനിയും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കടന്നു വരുന്നവർക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 5 നയ പൈസ പോലും സ്വന്തം പോക്കറ്റിൽ നിറങ്ങാതെ അവർ ആഗ്രഹിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ്, മാസ്റ്റർ ഡിഗ്രി, അതുപോലെ തന്നെ PhD ഏത് കോഴ്സ് വേണമെങ്കിലും കാനഡയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുവാൻ ഇനിയും സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 പൈസ പോലും ഇറങ്ങുമെന്നുള്ള ആ ഒരു സങ്കടം വേണ്ട. ഈ ഒരു സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ഫുള്ളി ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ ഈ കാനഡയിൽ വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു കോഴ്സ് പീരീഡ് തീരുന്നിടം വരെയുള്ള മുഴുവനും ചെലവുകളും അതായത് ഗവൺമെന്റ് വഹിക്കുന്നതാണ്. അതുമാത്രമല്ല എയർ ടിക്കറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ നമ്മുടെ വിസയുടെ ഫീസ് എന്ന് വേണ്ട സർവത്ര ചെലവുകളും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെ 100% വരെ ഏകദേശം ചെലവുകൾ വഹിക്കും എന്നാണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, അല്ലെ? നമുക്കറിയാം ഈ രാജ്യത്ത് വന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചിറങ്ങണമെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നമ്മുടെ കുട്ടികൾ ഓരോ വർഷവും കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് വന്ന് പഠിച്ചിട്ട് പോകുന്നത്. എന്നാൽ 5 പൈസ പോലും മുടക്കാതെ ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നല്ലൊരു കോഴ്സ് പഠിച്ചിറങ്ങാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പ്രധാനമായിട്ട് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക ഉൾപ്പെടുന്ന അതായത് 60-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് ഈ ഒരു വമ്പൻ ഓഫർ അവർ മുന്നോട്ട് വെച്ച് നീട്ടുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നത് ഗ്ലോബൽ അഫെയർ കാനഡ ആൻഡ് എഡ്യു കാനഡ എന്ന് പറയുന്ന ആ ഒരു പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിൾ എന്നും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതുമാണ്. എന്നാൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിന്റെ അകത്ത് അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ്, നേപ്പാൾ, തൈവാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് അവർ ആ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം അവരുടെ ഈ ഒരു ഫസ്റ്റ് ലിസ്റ്റിനകത്തില്ല. എങ്കിലും വരും വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്കും ഈ ഒരു ഫുൾ സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള ആ ഒരു സാധ്യത ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Sanod Rexy Joy. Bye.